ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 76. ശുഭാംഗ ശാന്തിദ സ്രഷ്ട കുമുദ കുവലേശയ ഗോഹിതോ ഗോപതിർഗോപ്ത വൃഷഭാക്ഷോ വൃഷപ്രിയ. ഹരി ഓം. ഹരി ഓം. 586 നാമം ശുഭാംഗ, സുന്ദരമായ രൂപത്തെ ധരിച്ചവൻ. ശുഭമായിട്ടുള്ള, സുന്ദരം അല്ലെങ്കിൽ മംഗളകരമായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള അവയവങ്ങളോട് കൂടിയ ആ ഒരു രൂപം, സുന്ദരമായ രൂപം. ലോകൈക സുന്ദരനാണ് ഭഗവാൻ എന്നതിനാൽ ഭഗവാൻ ശുഭാംഗ. 587 നാമം ശാന്തിദ, രാഗവും ദ്വേഷവും ഇല്ലാത്ത മനസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു ഭാവമാണ് ശാന്തി. അങ്ങനെ ഭഗവാനിലേക്ക് അടുക്കുന്നവരിൽ ഈ ഒരു ഭാവം ഉണ്ടാകുമെന്നാണ്. കാരണം ഭഗവാനെ ശരിയായ രീതിയിൽ അറിയുന്ന ഒരാളുടെ ഉള്ളിൽ നിന്ന് മറ്റ് വിഷയങ്ങളോടുള്ള രാഗം ഇല്ലാതെയാകുന്നു എന്നാണ്. ഒപ്പം തന്നെ എല്ലാവരിലും ഭഗവാനാണ് ഇരിക്കുന്നു എന്നറിയുമ്പോൾ ആരോടും ദ്വേഷമില്ലാത്ത ഒരവസ്ഥ, ദ്വേഷമില്ലാതെയാകുന്നു. അങ്ങനെ ആ ശാന്തി കൈവരുന്നു. അങ്ങനെ തൻ്റെ ഭക്തന്മാർക്ക് ശാന്തിയെ കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ശാന്തിദ. 588 നാമം സ്രഷ്ട, സൃഷ്ടികാലത്തിൽ സകല ഭൂതങ്ങളെയും സൃഷ്ടിക്കുന്നവൻ എന്നർത്ഥം. 589 നാമം കുമുദ, കു എന്നാൽ ഭൂമി എന്നാണ് അർത്ഥം. അങ്ങനെ തൻ്റെ പത്നി കൂടിയായ ഭൂമി ദേവിയിൽ മോദിക്കുന്നവൻ, രമിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് കുമുദ. 590 കുവലേശയ. നേരത്തെ പറഞ്ഞു കു എന്നാൽ ഭൂമി എന്ന് അർത്ഥമുണ്ട് എന്ന്. അപ്പോൾ ഭൂമിയെ ചുറ്റുന്നത് കൊണ്ട് കുവലം എന്നാൽ ജലം. അങ്ങനെ ആ ജലത്തിൽ ശയിക്കുക, ശയഃ ശയിക്കുന്നവൻ, കാരണജലത്തിൽ ശയിക്കുന്നവൻ എന്ന അർത്ഥമാണ് കുവലേശയ. ഇനി മറ്റൊരർത്ഥം പറയുന്നത് ഭൂമിയിൽ നിലം തൊട്ട് സഞ്ചരിക്കുന്നവർ, അത് സർപ്പങ്ങളാണ്. അങ്ങനെ വലതി പ്രയാതി, ഭൂമിയിൽ അങ്ങനെ സഞ്ചരിക്കുന്നു. അവർ കുവലം, അതായത് സർപ്പങ്ങൾ, അവരുടെ ഉദരത്തിൽ ശയിക്കുന്നവൻ, സർപ്പങ്ങളുടെ ഉദരത്തിൽ ശയിക്കുന്നവൻ, അനന്തശായിയായിട്ടിരിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള അർത്ഥത്തിൽ കുവലേശയ. 591 നാമം ഗോഹിത, ഗോക്കളെ, പശുക്കളെ രക്ഷിപ്പാൻ വേണ്ടി ഗോവർദ്ധന പർവ്വതത്തെ എടുത്ത് കുടയായി പിടിച്ചു അവർക്ക് വേണ്ടി ഹിതത്തെ ചെയ്തവൻ എന്ന അർത്ഥത്തിലാണ് ഗോഹിത. ഇനി ഗൗഹു എന്നാൽ ഭൂമി എന്നർത്ഥം. അങ്ങനെ പറയുമ്പോൾ ഭൂമിയുടെ ഭൂഭാരത്തെ കളഞ്ഞിട്ട് ഭൂമിയെ രക്ഷിപ്പാൻ സ്വയം അവതാരമെടുത്ത് ഭൂമിക്ക് ഹിതത്തെ ചെയ്യുന്നവൻ എന്നർത്ഥത്തിൽ ഗോപിത. 592 നാമം ഗോപതി. നേരത്തെ പറഞ്ഞു ഗൗ എന്നതിന് ഭൂമി എന്ന് അർത്ഥമുണ്ട്. അങ്ങനെ ഭൂമി എന്നർത്ഥമുണ്ടെങ്കിൽ ഗോവിന്റെ, അതായത് ഭൂമിയുടെ പതി, ഭർത്താവ് ഗോപതി എന്നാണ്. 593 നാമം ഗോപ്ത, ജഗത്തിന്റെ രക്ഷകർത്താവ്, പാലനം ചെയ്യുന്ന, ഈ ഭൂമിയെ പാലനം ചെയ്യുന്നതും ഭഗവാനാണ് എന്നതിനാൽ ഗോപ്ത. ഇനി മറ്റൊരർത്ഥം പറയുന്നത് തൻ്റെ തന്നെ മായ കൊണ്ട് തന്നെ ഗോപനം ചെയ്യുന്നു, മറച്ചു വെക്കുന്നു, അതിനാൽ ഗോപ്താഹ. 594 നാമം വൃഷഭാക്ഷ, സർവകാമങ്ങളെയും വർഷിക്കുന്നതായ അക്ഷം, നേത്രങ്ങൾ ഉള്ളവൻ. ഭഗവാന്റെ ആ കണ്ണുകൊണ്ടുള്ള ആ അനുഗ്രഹം, നേത്രം കൊണ്ട് നമ്മെ കടാക്ഷിക്കുക, അതൊരു അനുഗ്രഹമായി തീരുമ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നു. അങ്ങനെ ധർമ്മസ്വരൂപമായ ദൃഷ്ടിയുള്ളവൻ എന്നർത്ഥത്തിൽ വൃഷഭാക്ഷ. 595 നാമം വൃഷപ്രിയ, വൃഷം എന്നതിന് ധർമ്മം എന്നൊരർത്ഥമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ധർമ്മത്തെ ഇഷ്ടമായിട്ടുള്ളവൻ, ധാർമ്മിക കാര്യങ്ങൾ ചെയ്യുന്നവരിൽ ഇഷ്ടമുള്ളവൻ, പ്രിയമുള്ളവൻ എന്നർത്ഥത്തിൽ വൃഷപ്രിയ. ഹരി.